AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി 1 കിലോ ബീഫ് വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1.5 സവാള, വലിയ സവാളയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 1.5 സവാളയാണ് എടുത്തത്. അതുപോലെ സ്ലൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു 5-6 പച്ചമുളക്, 2-3 തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കൈപ്പിടി ചെറിയ ഉള്ളിയും, ഒരു കുടം വെളുത്തുള്ളി, ഒരു 3 കഷ്ണം ഇഞ്ചി, അതും കൂടെ നന്നാക്കി ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഏകദേശം ഒരു 50 ഗ്രാമിൻ്റെ മേലെ ഏകദേശം ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി പുകഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുത്ത് നന്നാക്കി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പേ ചേർക്കണുള്ളൂ. അതുകൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി സവാള നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. ആ സമയം നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി വൃത്തിയാക്കിയിട്ട ബീഫ് ഞാൻ കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് അടച്ച് വെച്ച് 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴന്ന് വരണം. ഉള്ളിയൊക്കെ നമ്മൾ മുറിക്കാതെ തന്നെ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായി തന്നെ വഴന്ന് വരണം. പിന്നെ അത്യാവശ്യം വലിയ ചെറിയുള്ളി ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വഴന്ന് വരാൻ. നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ നേരത്തെ സവാളയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ മാറ്റിയെടുത്തിട്ടുള്ള ആ ഓയിലേക്ക് തന്നെ ഞാനിതായി ക്യാപ്സിക്കവും തക്കാളിയൊക്കെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ അരയ്ക്കണമൊന്നുമില്ല, നന്നാക്കി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്കത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ, അത് നന്നായി വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവിനുള്ള മുളക് പൊടി ഞാൻ വളരെ കുറച്ച് ചേർക്കണുള്ളൂ, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്. പിന്നെ നമ്മളിതിൽ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കുമ്പോൾ ഒരു എരിവ് നന്നായിട്ട് കൂടും. അപ്പോൾ അതിനുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിതിലേക്ക് ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പൊടി കരിഞ്ഞു പോകരുതല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മസാലകളുണ്ടല്ലോ, അതെല്ലാം നന്നായി അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ മിക്സ് വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുക്കർ തുറന്ന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ബീഫ് കറി. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് സ്റ്റൗവെല്ലാം കത്തിച്ച് ഇതൊന്നുകൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിയും ഗരം മസാലയ്ക്ക് പകരം ഞാൻ മീറ്റ് മസാലയാണ് ചേർത്തതെന്നുള്ളത്, അതും കൂടെ ചേർത്ത് ഇത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് എന്താണോ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുക്കണം അതിൻ്റെ കൂടെ നമുക്കിത് വിളമ്പി സെർവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.